ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു വലിയൊരു അത്ര പ്രശസ്തയായ സ്ത്രീ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് മെനഞ്ഞെടുത്ത് ഇയാളെ കേസിൽ കൊടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരാൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഇത്തരം അപക്വമായ ഈ പ്രതികരണങ്ങളൊക്കെ തന്നെ ഈ കേസിന്റെ ആദ്യ വിചാരണ ഘട്ടം മുതൽ തന്നെ നിഷ്പക്ഷത സംശയിക്കുന്ന ഒരു പൊതുസമൂഹത്തിനെ കൂടുതൽ സംശയാലുക്കളാക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കേസിൽ ഇയാളെ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ കോടതി തീരുമാനിക്കും. ഞാൻ ആ വിധിന്യായത്തെ ഒന്നും പറയാൻ, ഞാൻ ആ വിചാരണ കണ്ടിട്ടില്ല, തെളിവുകൾ പരിശോധിച്ചിട്ടില്ല. പക്ഷെ ഒരു ഫെയർ ട്രയൽ ഇതിൽ നടന്നിട്ടുണ്ടോ? ഇതിന്റെ അകത്ത് എന്തുകൊണ്ട് നിഷ്പക്ഷമായിട്ടുള്ള വളരെ ഗതകസ്ഥരായിട്ടുള്ള പ്രോസിക്യൂട്ടർമാർക്ക് ഇട്ടിട്ട് പോവേണ്ടി വന്നു? എന്തുകൊണ്ടാണ് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ഒരു സാക്ഷിയെ തന്നെ ഇങ്ങനെ എതിർവിസ്താരം ചെയ്യുവാനുള്ള അന്തരീക്ഷം കോടതിയിൽ സംജാതമാകുന്നത്? കോടതി അത്തരം അവസരങ്ങളൊക്കെ ഇടപെട്ടിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നിയമ നടപടികൾ നിരീക്ഷിക്കുകയും ഈ കേസ് വിചാരണകളൊക്കെ വളരെ നിരന്തരം സാഹൂതം വീക്ഷിക്കുകയും ചെയ്യുന്ന ജുഡീഷ്യറിയും ബന്ധപ്പെട്ട ആളുകളുടെയും ഉള്ളിൽ ഒരു വലിയ സംശയം തന്നെ ഉളവാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കേസിനെ ആദ്യം മുതൽ തന്നെ PT തോമസ് പോലീസിനെ ഇടപെടിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ കാറ് കേടായ വളരെ നാടകീയമായ രംഗം മുതൽ നിന്ന് ശ്രീമതി ഉമാ തോമസ് പറഞ്ഞതുപോലെ പിന്നീട് അതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഈ ഉള്ളുകളികൾ, ഈ കാലഗതിയിൽ സംഭവിച്ചിട്ടുള്ള മെമ്മറി കാർ അകാരണമായി ഓപ്പൺ ചെയ്യപ്പെടുക, അതിന്റെ ഹാഷ് വാല്യൂ മാറ്റപ്പെടുക, നശിപ്പിക്കപ്പെടുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലേക്ക് ചർച്ചയിലേക്ക് കൂടുതൽ കൊണ്ടുവരേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരു നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീ എം എസ് സജി, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിപ്പോൾ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ മേൽക്കോടതിയെ സമീപിക്കുമ്പോൾ അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു വിധി ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഈ ഘട്ടത്തിൽ വിധിന്യായം വായിച്ചു നോക്കുകയും പ്രോസിക്യൂഷൻ കൊണ്ടുവന്നുള്ള തെളിവുകൾ ഏത് രീതിയിലാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്, എത്രമാത്രം തെളിവുകൾ അവിടെ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇപ്പോൾ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ, പ്രമുഖരായ പല സാക്ഷികൾ ഇതിനകത്ത് കൂറുമാറിയിട്ടില്ലേ? അതെ അതെ അതെ. ഇത് അറിയപ്പെടുന്ന സിനിമ, ഞാൻ ആ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമൂഹത്തിന്റെ പണം കൊണ്ട് തിന്നുകൊഴുത്ത നടീനടന്മാര് സമൂഹത്തിന്റെ വിഷയം വന്നപ്പോൾ കോടതി പോയിട്ട് ചില്ലറ കാശ് വാങ്ങി കൂറുമാറിയില്ലേ? കാശ് വാങ്ങിയില്ലൊന്നും എനിക്കറിയില്ല, എന്തോ സ്വാധീനത്തിന് വഴങ്ങി. അവർക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്താണ്? മാത്രവുമല്ല, ഈ പരാമർശിക്കപ്പെട്ട നടൻ 3 ദിവസം അസുഖമില്ലാതെ ആശുപത്രിയിൽ, ആലുവയിൽ ഒരു ആശുപത്രിയിൽ കിടന്നു എന്നുള്ള ഒരു തെളിവിനെ ആ ഡോക്ടർ വന്നിട്ട് കൂറുമാറി അങ്ങനെ സംഭവമായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പ്രമുഖരായ ഒരുപാട് വിറ്റ്നസ്സുകളെ, സാക്ഷികളെ പർച്ചേസ് ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതുകൂടി ഞാൻ പറയേണ്ടതാണ്, പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ എന്തുമാത്രം കോടതിക്ക് അതിന്റെ മുന്നിലുള്ള തെളിവുകളെ പരിശോധിക്കാൻ പറ്റുള്ളൂ. തന്നെയല്ല, ഈ അക്വിറ്റലിനെതിരെയുള്ള, വെറുതെ വിടലിനെതിരെയുള്ള ഒരു അപ്പീലൊക്കെ പരിഗണിക്കാൻ എത്ര കാലം കഴിയണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ശിക്ഷിച്ച കേസുകൾ തന്നെ അപ്പീലുകൾ പരിഗണിക്കാൻ വർഷങ്ങളെടുക്കുകയാണ്. അപ്പോൾ വെറുതെ വിട്ടൊരു കേസിലെ ഒരു പ്രതിക്കെതിരെ അപ്പീലുകളൊക്കെ ചിലപ്പോൾ സംവത്സരങ്ങൾ കഴിഞ്ഞാലേ പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ തന്നെ ഇത് വിഷയം ചർച്ചയിൽ ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്കറിയില്ല. ഞാൻ ഇപ്പോഴും ഊന്നി പറയുന്നു, ഈ കേസിലെ ആദ്യഘട്ടം മുതലുള്ള വിചാരണ നടപടികൾ നിഷ്പക്ഷമായും നീതിപൂർവമായും സമൂഹത്തിന് ബോധ്യം വരുന്ന രീതിയിലുമാണോ നടന്നത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ട ആദ്യത്തെ ഘടകം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്.